ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്. നിങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പം വളരെ സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് കാണാൻ പറ്റിയത്. അബുദാബിയിൽ വെച്ച് അപകടത്തിൽ മരണപ്പെട്ട 4 പിഞ്ചു മക്കളുടെ മുഖമാണ് കണ്ടത്. അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വേദന, സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കരുതിയത് എന്താണെന്നറിയോ, അപ്പോൾ എനിക്ക് എത്രത്തോളം വേദന ഉണ്ടെങ്കിൽ ആ പൊന്നു മക്കളുടെ ഉമ്മയും ഉപ്പയും എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടാവും. അവർ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത പെട്ടെന്നുള്ളൊരു മരണമാണ് അവരുടെ മുന്നിലേക്ക് കടന്നു വന്നത്. ഒപ്പം ചിരിച്ചു കളിച്ചു വളർന്ന ആ 4 കുഞ്ഞു പൊന്മക്കൾ ഇപ്പോൾ ഖബറിനുള്ളിലാണ്. അവരുടെ ഖബറിൽ അള്ളാഹു സന്തോഷം കൊണ്ട് നിറക്കുമാറാകട്ടെ. കുഞ്ഞു മക്കളല്ലേ, ചെറിയ കുഞ്ഞു മക്കളാണ്. എന്തായാലും അവർക്ക് ശിക്ഷ അള്ളാഹു കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ കുഞ്ഞു മക്കളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ, മറവിയെ കൊടുക്കട്ടെ. മറവി എന്നൊരു സംഭവം അള്ളാഹു നമുക്ക് തന്നിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മളൊന്നും ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മളിൽ നിന്നെല്ലാം ഓരോരുത്തരും നമ്മൾ പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അള്ളാഹു മറവിയെ തരുന്നത് കൊണ്ടല്ലേ നമ്മളതൊക്കെ പിടിച്ചു നിന്ന് ജീവിച്ചു പോകുന്നത്. ശരിക്കും മറവി എന്നൊരു സംഭവം അള്ളാഹു നമുക്ക് തന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണല്ലേ. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മരിച്ചുപോയ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിലും സംരക്ഷണത്തിലുമാണ് അവിടെ കഴിയുന്നത്. അവരെ നോക്കാൻ അള്ളാഹു ഏൽപ്പിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇബ്രാഹിം നബിയെയും ഭാര്യ സാറാ ബീബിയെയുമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ കുഞ്ഞുമക്കൾ അള്ളാഹുവിൻ്റെ സ്നേഹത്തോടെയും വളരെ കരുതലോടു കൂടിയുള്ള സംരക്ഷണത്തോടു കൂടിയാണ് അവിടെ കഴിഞ്ഞു പോകുന്നത്. നാളെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വഴികാട്ടിയാണ് ആ കുഞ്ഞുമക്കൾ. നാളെ ഈ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അന്ത്യനാളിൽ വിചാരണ നടത്തി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നുള്ള ആ വിചാരണ കഴിഞ്ഞ് അവർ നരകത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ, ശിക്ഷ അവർക്ക് നരകത്തിലേക്കാണ് എങ്കിൽ, ആ കുഞ്ഞുമക്കൾ സ്വർഗത്തിലായിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ആ കുഞ്ഞുമക്കൾ അള്ളാഹുവിനോട് പറയുമല്ലോ, എൻ്റെ ഉമ്മയും ഉപ്പയുമാണത്, അവരെ എനിക്ക് വേണം, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറയുമല്ലോ. അപ്പം ആ മാതാപിതാക്കളെ ആ കുഞ്ഞുമക്കളുടെ അടുത്തേക്ക്, അവരുടെ എത്ര ശിക്ഷയുണ്ടെങ്കിലും ആ മക്കളെ അടുത്തേക്ക് ആ മാതാപിതാക്കളെ കൊണ്ടുപോയി ആക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞുമക്കൾ മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും വിഷമിക്കരുത്. നിങ്ങൾക്ക് നാളേക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് ആ കുഞ്ഞുമക്കൾ. നിങ്ങളെ നാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞുമക്കൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയത്. പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? മറ്റുള്ളവരെ നമ്മൾ എത്ര ആശ്വസിപ്പിച്ചാലും നമുക്കും അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ടും അതും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയായിരിക്കും. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയി വരുവോളം നമുക്കൊരു ബേജാറും ഒരു ആദ്യമൊക്കെയാണല്ലേ. പ്രത്യേകിച്ച് സ്കൂൾക്ക് പോകേണ്ട മുന്നേ അവരെല്ലാം കുസൃതിയോ അപകൃതിയോ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വഴക്ക് പറഞ്ഞാൽ പിന്നെ നമ്മളെടുക്കുന്ന പണിയിലും ഒക്കെ നമ്മളെ ഒരു ചിന്ത ആ കുട്ടികളെ പറ്റി കണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊന്ന് സ്കൂൾ വിട്ട് വരാൻ ഒരു 5-10 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി ഇങ്ങനെ തുടങ്ങും. എന്തെൻ്റെ കുട്ടീനെ കാണാത്തത് എന്നുള്ളൊരു പേടി. മക്കൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്, മനസ്സിന് സങ്കടമാണ്, ഇടങ്ങേറാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ മക്കളെ ഇങ്ങനത്തെ ഇടങ്ങേറിലൊന്നും പെടുത്താതെ, അപകടങ്ങളിലൊന്നും പെടുത്താതെ ആയുസ്സും ആരോഗ്യമൊക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു കുറവ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇല്ലാതാവരുത്. നമ്മുടെ മക്കൾ എപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകുമ്പോഴും നമ്മൾ ഒന്ന് ഉറക്കെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്ന് നമ്മൾ അവർ കേൾക്കെ ചൊല്ലുക. കുഞ്ഞു മക്കളല്ലേ, ചിലപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ചെല്ലാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ അവരത് കേട്ടിട്ട് ചൊല്ലിക്കോളും. പിന്നെ വലിയ മക്കളാകുമ്പോൾ അതിങ്ങനെ കേട്ട് അവരൊറ്റയ്ക്ക് പഠിച്ച് അവരെന്നെ ഒറ്റയ്ക്ക് ചൊല്ലാൻ തുടങ്ങും. എന്നാലും നമ്മൾ പോകുമ്പോൾ, മക്കൾ ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മളെ വീടിൻ്റെ പടിവാതിൽ ഇറങ്ങി പോകുമ്പോൾ നമ്മളതൊന്ന് ഉറക്കെ ചൊല്ലിക്കൊടുക്കുക. പടച്ചവൻ്റെ കാവലും സംരക്ഷണവും അവരോടൊപ്പം ഉണ്ടാവും. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മക്കൾ സ്കൂൾ ബസ്സിലായിട്ടും കാറിലായിട്ടും ഓട്ടോയിലായിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ അങ്ങനെയൊക്കെ സ്കൂളിലേക്ക് പോകുന്നവരും അല്ലാതെയും ഞങ്ങളുടെ കൂടെയെല്ലാം പുറത്തേക്ക് പോകുന്നവരൊക്കെയാണ്. ഞങ്ങൾക്ക് അള്ളാഹുവേ നിൻ്റെ കാവലും നിൻ്റെ അനുഗ്രഹവും ഉണ്ടാവണേ. ഞങ്ങളെ നീ അപകടങ്ങളിൽ പെടുത്തല്ലേ റബ്ബേ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഞങ്ങളുടെ ആയുസ്സിനെ നീ നീട്ടിത്തരണേ റബ്ബേ. നിൻ്റെ ഒരു സംരക്ഷണ കവചം ഞങ്ങൾക്ക് ഉണ്ടാവണേ യാ അർഹമർ റഹീമീനായ തമ്പുരാനെ.